ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം ദുബായ് എയർ ഷോയ്ക്കിടെ തകർന്നു വീണു. അപകടത്തിൽ പൈലറ്റിന് വീരമൃത്യു. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോഹനാസ്ബർഗിലെത്തി. G20 സംബന്ധിച്ച ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ വിശദമാക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ. SIR നടപടികൾ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജികളിൽ സുപ്രീംകോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ ഗുവാഹത്തിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം ദുബായ് എയർ ഷോയ്ക്കിടെ തകർന്നു വീണു. അപകടത്തിൽ പൈലറ്റിന് ജീവൻ നഷ്ടമായി. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചു. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ അടക്കമുള്ള സൈനിക നേതൃത്വം സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. എയർ ഷോയുടെ അവസാന ദിനമായ ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. 8 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രദർശനം പൂർത്തിയാക്കുന്നതിനിടെ വിമാനം നിയന്ത്രണം വിട്ട് നിലംപതിക്കുകയായിരുന്നു. അടിയന്തര പ്രതികരണ സംഘങ്ങളെയും അഗ്നിശമന സേനയെയും സ്ഥലത്ത് വിന്യസിച്ച് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗിലെത്തി. ഉച്ചകോടിയുടെ 3 സമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി G20 അജണ്ട സംബന്ധിച്ച ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ വിശദമാക്കും. ആഗോളതലത്തിലെ പ്രധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയായി G20 മാറുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വസുധൈവ കുടുംബകം എന്ന ഇന്ത്യൻ ദർശനത്തെ അടിസ്ഥാനമാക്കിയുള്ള കാഴ്ചപ്പാടുകൾ സമ്മേളനത്തിൽ പങ്കുവയ്ക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക നേതൃതല യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ രാവിലെ 10 മുതൽ ആരംഭിക്കും. ബന്ധപ്പെട്ട വരണാധികാരികളാണ് സൂക്ഷ്മ പരിശോധന നടത്തുക. തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. ഡിസംബർ 9, 11 തീയതികളിലായി 2 ഘട്ടമായാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 13-നാണ് വോട്ടെണ്ണൽ. പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ചുവരെഴുത്തും ബോർഡുകളും പോസ്റ്ററുകളുമായി മുന്നണികൾ ഇതിനകം പ്രചാരണം വിപുലമാക്കിയിട്ടുണ്ട്. വീടുകൾ തോറും കയറി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കാനുള്ള തീയതി അവസാനിക്കുന്നതോടെ കണ്ണൂരിൽ പ്രചരണത്തിനും ചൂടുപിടിച്ചു കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. 71 ഗ്രാമപഞ്ചായത്തുകളിലും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലും മട്ടന്നൂർ ഒഴികെ 8 നഗരസഭകളിലും കണ്ണൂർ കോർപ്പറേഷനിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ബ്ലോക്ക് ഡിവിഷനുകളിലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും LDFും UDFും NDAയും ഇതിനകം പത്രിക നൽകിക്കഴിഞ്ഞു. വീടുകൾ കയറിയുള്ള പ്രചാരണത്തിനും മുന്നണികൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. പത്രികയുടെ സൂക്ഷ്മ പരിശോധനയും പിൻവലിക്കുന്നതിനുള്ള തീയതിയും കഴിയുന്നതോടെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമാകും. അതോടൊപ്പം പ്രചാരണത്തിന് ചൂടേറുകയും ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ SIR നടപടികൾ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു. സംസ്ഥാന സർക്കാരും CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും സമർപ്പിച്ച ഹർജികളിലാണ് കോടതി നിർദ്ദേശം. ഹർജികൾ ഈ മാസം 26-ന് സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും. തീവ്ര വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാവിലെ 11 മണിക്ക് മാസ്കറ്റ് ഹോട്ടലിലാണ് യോഗം. ദേശീയ സംസ്ഥാന പാർട്ടികളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ എന്യൂമറേഷൻ ഫോം വിതരണം ഇന്നലെയോടെ 99.5% പൂർത്തിയായിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. എന്നാൽ പരാതി റദ്ദാക്കണമെന്ന ആവശ്യം കോടതി തള്ളി. വിജിലൻസ് കോടതി ഉത്തരവിലെ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങളും ഹൈക്കോടതി നീക്കി. സർക്കാരിന്റെ ഹർജിയിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. മല കയറുന്ന ഭക്തർക്ക് 4 മണിക്കൂർ വരെ നിയന്ത്രണത്തിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിൽ കാത്തു നിൽക്കേണ്ടതായി വന്നെങ്കിലും ദർശനത്തിനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. തിരക്ക് നിയന്ത്രണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ പമ്പയിൽ അവലോകന യോഗം ചേരും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്പോട്ട് ബുക്കിംഗ് 24 വരെ 5000 കുറച്ചിട്ടുള്ളതിനാൽ നിലയ്ക്കൽ, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നത്. ശബരിമലയിൽ 24 മണിക്കൂറും സുരക്ഷാ വലയം തീർത്ത് ഭക്തർക്ക് കരുതൽ ഒരുക്കുകയാണ് അഗ്നിശമനസേന. സോപാനം, മാളികപ്പുറം, ഭസ്മക്കുളം, നടപ്പന്തൽ, ശരംകുത്തി, മരക്കൂട്ടം, പാണ്ടിത്താവളം, KSEB, കൊപ്രാക്കളം എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളാണ് ഫയർ പോയിന്റുകളായി പ്രവർത്തിക്കുന്നത്. 86 പേരടങ്ങുന്ന സംഘത്തെയാണ് മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ വിന്യസിച്ചിട്ടുള്ളത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പരിശോധന നടത്തി. പത്മകുമാറിന്റെയും കുടുംബാംഗങ്ങളുടെയും പണമിടപാട് വിവരങ്ങളും സാമ്പത്തിക സ്രോതസ്സും അടക്കം അന്വേഷണ സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കി. ചാമ്പ്യൻസ് ബോട്ട് ക്ലബ്ബ് ലീഗിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവം നാളെ നടക്കും. 3 ഹീറ്റ്സിലായി 9 ജലരാജാക്കന്മാർ കായംകുളം കായലിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴ ആകാശവാണി ജില്ലാ പ്രതിനിധി R. രവികുമാർ. വിയപുരം, നീരണം, മേൽപ്പാടം, നടുവിലെപ്പറമ്പൽ, നടുഭാഗം, കാരിച്ചാൽ, ചെറുതന, പായിപ്പാട്, ചമ്പക്കുളം എന്നീ ജലരാജാക്കന്മാരാണ് ഈ ജലയുദ്ധത്തിന് ഇറങ്ങുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷം 2:30 ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. മത്സരത്തിന് മുന്നോടിയായി ഇന്ന് കായംകുളത്ത് വൈവിധ്യമാർന്ന കലാപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ ഇതുവരെ 7 മത്സരങ്ങൾ പൂർത്തിയായി. 7 മത്സരത്തിലും 1ാം സ്ഥാനം കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടനാണ് നേടിയത്. രാജ്യത്ത് 4 പുതിയ തൊഴിൽ നിയമങ്ങൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ദശാബ്ദങ്ങൾ പഴക്കമുള്ള തൊഴിൽ നിയമങ്ങൾക്ക് പകരമാണ് പുതിയ ലേബർ കോഡ് കൊണ്ടുവന്നത്. മെച്ചപ്പെട്ട വേതനം, സാമൂഹിക സുരക്ഷ, തൊഴിലാളി ക്ഷേമം എന്നിവ ഇതിലൂടെ ഉറപ്പുവരുത്താനാകുമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. ഈ നിയമങ്ങൾ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റം ത്വരിതപ്പെടുത്തുന്നതിനും സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇടുക്കി വാഴത്തോപ്പ് ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂളിൽ ബസ് കയറി 4 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അപകടം യാദൃശ്ചികമല്ലെന്നും സ്കൂൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് അപകടത്തിന് കാരണമായെന്നുമാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെയും തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ രാവിലെ 9 ഗുവാഹത്തിയിൽ ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കായിരുന്നു വിജയം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പര ഈ മാസം 30 ആരംഭിക്കും. കൊല്ലത്ത് 2 മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു. തീപിടുത്തത്തിൽ ആന്ധ്ര സ്വദേശികളായ 2 മത്സ്യത്തൊഴിലാളികൾക്ക് പൊള്ളലേറ്റെങ്കിലും പരിക്ക് ഗുരുതരമല്ല. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെ കാവനാട്, മുക്കാട് കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. തുടർന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഭീമാപള്ളി ഉറൂസ് പ്രമാണിച്ച് തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. KSEBയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഓഫീസുകൾക്കും അവധി ബാധകമായിരിക്കും. മുൻ നിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. നാളെ മുതൽ ഡിസംബർ 2 വരെയാണ് ഭീമാപള്ളി ഉറൂസ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ പുതുതായി നിയമിതരായ 2 മെത്രാൻമാരുടെ മെത്രാഭിഷേകം നാളെ തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടക്കും. തിരുവനന്തപുരം മേജർ അതിരൂപത സഹായ മെത്രാൻ മോൺസിഞ്ഞോർ യുഹാനോൻ കുറ്റിയിൽ, യൂറോപ്പിലെ മലങ്കര കത്തോലിക്ക സഭയുടെ അപ്പസ്തോലിക്ക വിസിറ്റേറ്റർ മോൺസിഞ്ഞോർ കുര്യാക്കോസ് തടത്തിൽ എന്നിവരാണ് മെത്രാൻമാരായി അഭിഷിക്തരാകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം ദുബായ് എയർ ഷോയ്ക്കിടെ തകർന്നു വീണു. അപകടത്തിൽ പൈലറ്റിന് വീരമൃത്യു. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോഹനാസ്ബർഗിലെത്തി. G20 സംബന്ധിച്ച ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ വിശദമാക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ. SIR നടപടികൾ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജികളിൽ സുപ്രീംകോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ ഗുവാഹത്തിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.